നമസ്കാരം. ഏറ്റവും മൂവി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി, അതിൻ്റെ തെറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ ക്ഷമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ് സീരീസാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വെബ് സീരീസാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അധികം ആരും കേൾക്കാൻ പോലും വഴിയില്ലാത്തൊരു സീരീസാണ്. എന്നാലും കണ്ടവർക്കെല്ലാം വളരെ അവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സീരീസ് കൂടിയാണിത്. അപ്പോൾ അധികം പറഞ്ഞ് മുഷിയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മൈക്കിൾ ഷീൻ, ഡേവിഡ് ടെന്നന്റ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് 2019 ആമസോൺ പ്രൈം വഴി റിലീസായ ഗുഡ് ഒമൻസ് എന്ന് പറയുന്ന സീരീസാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച സീരീസ്. അപ്പോൾ ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫാൻറ്റസി ഡ്രാമ ജാനറിൽ പറ്റുന്ന ഒരു സീരീസാണ്. ഏകദേശം 6 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. 4-5 മണിക്കൂറിനകത്ത് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ടിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി ആയിട്ട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന് കുറച്ച് സബ്പ്ലോട്ടും ഡീവിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീരീസാണ്. അപ്പോൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ലോകാവസാനത്തിന് വേണ്ടി നരകത്തിൽ നിന്ന് ഒരു ആൻറ്റി ക്രൈസ്റ്റിനെ ഭൂമിയിലേക്ക് വിടുന്നു. ആ കുട്ടി വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ലോകാവസാനം സംഭവിക്കും എന്ന് പറഞ്ഞ് വിടുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം അറിവുള്ള നരകത്തിൽ നിന്നുള്ള ഡീമനായ ക്രൗളിയും സ്വർഗത്തിൽ ഉള്ള ഏഞ്ചലായ അസുറോഫയിലും ഫൈറ്റ് ചെയ്യുന്നു. ഇവർ രണ്ടും ഫ്രണ്ട്സ് കൂടിയാണ്. ഈ അസുറോഫയിലും ക്രൗളിയും ഫ്രണ്ട്സ് കൂടിയാണ്. ഇവർ രണ്ടും ഈ ഇൻഫർമേഷൻ അറിയുന്നതും ഇവർ ഈ ലോകാവസാനം തടയാൻ പിന്നീട് ശ്രമിക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കഥ. അല്ലാതെ വാസ്റ്റായിട്ടുള്ള ഒരുപാട് എലമെൻസും ഫാൻറ്റസിക്കലായിട്ടുള്ള എലമെൻസും കോമഡിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സീരീസാണിത്. സത്യം പറഞ്ഞാൽ ഈ മൂവി സീരീസ് കണ്ടു കഴിയുമ്പോൾ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്, കണ്ടു കഴിയുന്നവർക്കൊക്കെ കിട്ടുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഫാൻറ്റസി മൂവീസ് ആയിട്ടുള്ള ഹാരി പോട്ടർ, ഹോബിറ്റ്, ലോർഡ്സ് ഓഫ് ദ റിംഗ്, അതുപോലെ നിരവധി ഇംഗ്ലീഷ് സിനിമകളുണ്ട് ഈ കോൺസെപ്റ്റ്, ഈ ഫാൻറ്റസി കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനോടൊക്കെ താല്പര്യമുള്ള ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സീരീസ് കൂടിയാണിത്. അപ്പോൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സീരീസാണിത്. കാരണം അധികം ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല, റിവ്യൂ ഒന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആമസോൺ പ്രൈമിൽ തന്നെ ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.